ഞാനൊരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ജനിച്ചത്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ തീരുന്നവരെ ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. എന്നാൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ അവസാന സമയത്ത്, അതായത് ജനുവരി മാസത്തോടു കൂടിയാണ് ഞാൻ ഓർത്തഡോക്സ് ചർച്ച് ഉപേക്ഷിക്കുന്നത്. അതൊരു രക്ഷിക്കപ്പെട്ടുകൊണ്ടൊന്നുമല്ല, അന്ന് ദൈവം ഉണ്ടോയെന്നുള്ള നിശ്ചയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഓർത്തഡോക്സ് ചർച്ചിലുള്ള ആചാരങ്ങൾ വേദപുസ്തകത്തിലുള്ളതല്ല എന്നുള്ള ബുദ്ധിപരമായ അറിവുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മതം എന്ന് പറയുന്ന ഒരു വഞ്ചനയാണ് ഇത്. കാരണം ഇത് മനുഷ്യരുണ്ടാക്കിയെടുത്തൊരു ആർട്ടിഫിഷ്യൽ പരിപാടിയാണ്. കാരണം ഇങ്ങനെയൊന്നും യേശുക്രിസ്തുവും ശിഷ്യന്മാരൊന്നും ചെയ്തിട്ടില്ല. കുർബാന അല്ലെങ്കിൽ എന്താ അതിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ മണിയടി, അതിൻ്റെ പുക, അതിൻ്റെ ധൂപം, ഇതൊന്നും യേശുക്രിസ്തു ശിഷ്യന്മാർ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. അവരതിനെ കുറിച്ച് ഒരു മാർഗ്ഗനിർദ്ദേശവും തന്നിട്ടില്ല. അപ്പോൾ ഇതൊരു മാനസികമായി ഡെവലപ്പ് ചെയ്തെടുത്തൊരു റിലീജിയൻ, പാരമ്പര്യങ്ങളുടെ റിലീജിയൻ. ഈ പാരമ്പര്യങ്ങളുടെ വന്ന കാര്യങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നതിന് ട്രൂത്ത് ടെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു മാർഗ്ഗമില്ല. ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല ട്രൂത്തുകളൊന്നും. അത് ആ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ട്രൂത്ത്. അപ്പോൾ അങ്ങനെയുള്ള പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ളൊരു സയൻറ്റിഫിക് എൻക്വയറി, ഒരു റാഷണൽ എൻക്വയറി എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഓർത്തഡോക്സ് ചർച്ച് എന്നേക്കായിട്ട് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും പോയിട്ടില്ല. പിന്നെ ഞാൻ CSI ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കോട്ടയത്ത് പഠിക്കുന്ന സമയത്തൊക്കെ CSI ചർച്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ CSI ചർച്ചിൽ പോയി ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു രക്ഷാനുഭവം എനിക്കുണ്ടാകുന്നത്. അതൊരു യാദൃശ്യാലൊരു നമ്മൾ നോക്കുമ്പോൾ യാദൃശ്യം എന്ന് പറയാവുന്ന ഒരു എൻകൗണ്ടറായിരുന്നു ഒരു ഇവാഞ്ചലിസ്റ്റുമായിട്ട്. അദ്ദേഹം എന്നോട് ഈ രക്ഷയെക്കുറിച്ച് പറയുകയും പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഉള്ളിൽ കർത്താവ് എനിക്ക് വിശ്വാസം തന്നു. അങ്ങനെ ഡിഗ്രി 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിനെ ശരിക്കും രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്. പിന്നീട് 96 ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി 5-6 മാസത്തിനുള്ളിൽ ഞാൻ സ്നാനമേറ്റു. അങ്ങനെ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിൽ സ്നാനമേറ്റ് അങ്ങനെ ആണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക്. ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞാണ്. അപ്പം കർത്താവിൻ്റെ ആലോചന അങ്ങനെ പല രീതിയിൽ പല ആളുകളിലൂടെ എനിക്ക് ലഭിച്ചു. പക്ഷെ ഞാനത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 1997 ഏപ്രിൽ മാസത്തോടുകൂടി എനിക്ക് കർത്താവ് എന്നോട് വചനത്തിലൂടെ സംസാരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, നീ ഇവയിലധികം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളൊരു ശബ്ദം എനിക്ക് കിട്ടി. അപ്പം എനിക്കൊരു കൺവിക്ഷൻ ഉള്ളിൽ നിന്നുണ്ടായി, എൻ്റെ കോളിംഗ് ഇതാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയം തൊട്ട് എൻ്റെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഗോഡ് വുഡ് കോൾ മീ എനി ടൈം. കർത്താവ് ഏത് സമയത്ത് എന്നെ വിളിക്കുമെന്നും അപ്പോൾ എല്ലാം അബാൻഡൻ ചെയ്ത് പോകേണ്ടി വരുമെന്നും എൻ്റെ വീട്ടുകാരുടെ ചിലപ്പം ബൈ പറയാൻ ദൈവം അനുവദിക്കാതെ വന്നേക്കാമെന്നും അപ്പോൾ അതിന് റെഡിയായിരിക്കണമെന്നുള്ളൊരു ഉൾവിളി എനിക്ക് വീണ്ടും ജനിച്ച ആ സമയം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 4 വർഷങ്ങൾ 5 വർഷങ്ങൾക്ക് ശേഷമാണ് 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും കർത്താവിൻ്റെ വിളി എനിക്ക് ബോധ്യമാണ്. ഞാൻ സുവിശേഷകരിൽ ഇറങ്ങി ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചു. AGയിലെ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാനൊരു മിഷൻ സംഘടനയുടെ ഒരു സെക്രട്ടറി പണി, അതായത് ഒരു മിഷൻ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. അങ്ങനെ പല മിഷൻ ഫീൽഡുകളൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നീട് ട്രിവാൻഡ്രത്തുള്ളൊരു ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിലൊരു വർഷം പഠിപ്പിച്ചു. അപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിച്ചു. എൻ്റെ ശുശ്രൂഷ അതല്ല, ഒരു മിഷൻ പ്രവർത്തനത്തിന് എന്നെ നിർബന്ധിക്കാൻ 10 വർഷത്തോളം ആന്ധ്രയിൽ ഒരു സുവിശേഷ വേല മിഷണറി പ്രവർത്തനമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട്, ഞാൻ എൻ്റെ ഭാര്യയും കുടുംബമായിട്ട് ഞങ്ങളവിടെ കടന്നുപോയി 10 വർഷം പ്രവർത്തിച്ചു, 2013 വരെ. അതാണ്. പിന്നീട് കേരളത്തിലേക്ക് മടങ്ങി വന്നു. ഇങ്ങനൊരു വചനം പഠിപ്പിക്കാനുള്ളൊരു കൃപാവരം കർത്താവ് എനിക്ക് തന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാനിപ്പോൾ ചർച്ചുകളെ ബേസ് ചെയ്ത്, ഗ്രൂപ്പുകളെ ബേസ് ചെയ്ത് വചനം പഠിപ്പിക്കാനിപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശിലെ സുവിശേഷ വേല എന്ന് പറയുന്നത് 2 തലങ്ങളുണ്ട്. ശരിക്കും ആന്ധ്രയിൽ ഒത്തിരി മാനിപ്പുലേഷനുണ്ട്. ഒത്തിരി സംഘടനകൾ, സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഒത്തിരി റിലീജിയസ് മാനിപ്പുലേഷൻസ് ഉണ്ട്. പാസ്റ്റർമാരുടെ ചൂഷണം, അത് മതപരമായ ചൂഷണം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നല്ല ഡിസൈപ്പിൾസ് ഉണ്ട്. ഇത്രയും ദുരുപദേശങ്ങൾ കടന്നു ചെല്ലാത്ത ഒരു കോമൺ സമൂഹമുണ്ട്. കേരളത്തിലുള്ള അത്രയും ദുരുപദേശങ്ങൾ അവിടുത്തെ ഒരു കോമൺ ക്രിസ്ത്യൻ ഇതിനകത്തോട്ട് കടന്നു ചെന്നിട്ടില്ല. അപ്പോൾ അവരുടെ രക്ഷയെക്കുറിച്ച് പറയാൻ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈവാഞ്ചലിക്കൽ ഡോക്ട്രിൻ, അതായത് സാൽവേഷൻ ബൈ ഫെയ്ത്ത്, സാൽവേഷൻ ബൈ ഗ്രേസ്, കൃപയാൽ വിശ്വാസത്താലുള്ള ആത്മരക്ഷയെക്കുറിച്ചും നിത്യ ജീവനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ചൊക്കെ കേരളത്തിലുള്ളവരെക്കാളും കുറച്ചുകൂടെ ബോധമുള്ളവരായിട്ടാണ് ഞാൻ അവിടുത്തെ ജനറൽ ക്രിസ്ത്യൻസിനെ, ഈ പ്രൊട്ടക്ഷൻ ക്രിസ്ത്യൻസിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ
അത് അക്കൂട്ടത്തിൽ വലിയൊരു പങ്കും ഡോക്ടറിൻ്റെയൊക്കെ കറക്റ്റാണെങ്കിലും ജീവിത വ്യവഹാരങ്ങളിൽ പിൻവാങ്ങിപ്പോയവരാണ്. അപ്പോൾ അവിടെ റിസ്റ്റോറേഷൻ വർക്കാണ് പ്രധാനമായിട്ടും. ഒത്തിരി ക്രിസ്ത്യൻസ് ഉള്ളൊരു ഏരിയ ആയിരുന്നത്. ഒരു റിസ്റ്റോറേഷൻ വർക്കാണ് ഞങ്ങൾ പ്രധാനമായിട്ടും, ഒരു ഡിസൈപ്പിൾഷിപ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് ഞങ്ങൾ ഉന്നം വെച്ചത്. കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന, കേരളത്തിൽ ഒരിക്കലും ഒരു ഉപദേശത്തിൻ്റെ ഒരു ഇവാഞ്ചലിസ്റ്റിക്, അതായത് കൃപയാൽ വീണ്ടെടുക്കപ്പെടുന്ന ആ ഒരു തലത്തിലേക്കുള്ള ഉപദേശങ്ങളുടെ ഒരു ക്ലാരിറ്റി ഇന്ന് ഒത്തിരി അത് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. ഇന്ന് വളരെ അത് കുറവാണ്. അതാണ് ശരിക്കും ഇന്ന് ഞാൻ കേരളത്തിൽ കാണുന്ന ഒരു പ്രശ്നം. അതായത് ആ റീഫോർമേഷനിലൂടെ ഉണ്ടായ ആ ഒരു ഉപദേശം, ആ ഒരു ഉപദേശ രൂപം ഇപ്പം വ്യക്തമാക്കപ്പെടുന്നില്ല സഭകളിൽ എന്നുള്ളൊരു പ്രോബ്ലമുണ്ട്. ആന്ധ്രാപ്രദേശിലൊക്കെ വർക്ക് ചെയ്ത് 10 വർഷം മുമ്പ് വർക്ക് ചെയ്ത്, നിലവിൽ ഈ മിഷണറിമാർ ഇന്ത്യയിൽ അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്ഷൻ, വെളിയിൽ നിന്നുള്ള ഒബ്ജക്ഷൻസ് ഒത്തിരിയുണ്ട്, പെർസിക്യൂഷൻസ് ഒത്തിരിയുണ്ട്, എതിർപ്പുകളുണ്ട്. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എതിർപ്പുകളുള്ളൊരു സ്ഥലമായിരുന്നില്ല. എങ്കിൽ പോലും ഒത്തിരി മിഷണറിമാരും വളരെയധികം കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ദേശവുമായിട്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ മിഷൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, അൾട്ടിമേറ്റ്ലി വന്ന് പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെയോ മിഷൻ സംഘടനയോ അല്ലെങ്കിൽ ഒരു മതത്തെയാണ്. യേശുക്രിസ്തു എന്ന ആ ഒരു ദൈവപുത്രനായ രക്ഷകനായ ദൈവത്തെ പരിചയപ്പെടുത്തി ആ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷനിലോട്ട് കൊണ്ടുവരാൻ ഉള്ള ആ ഒരു തരത്തിലുള്ളൊരു മിഷൻ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. കാരണം ഒരു മതവൽക്കരണമായതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കൊരു ഭീഷണി പോലെ തോന്നി. മതവൽക്കരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം ഈവാഞ്ചലൈസേഷൻ, അതാണ് ഒരാളുകളിലേക്ക് സുവിശേഷം എത്തിക്കുക, ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവർക്ക് ആ രക്ഷ അനുഭവവേദ്യമാക്കുക. ആ ഒരു തരത്തിൽ രക്ഷാനിർണയമുള്ളവർ പോലും ഇന്ന് ഈ ശുശ്രൂഷകരുടെ ഇടയിലും കുറവാണ്. അപ്പം വലിയൊരു എംപ്റ്റിനെസ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനെ ഭാരപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഭാരമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. പലരിലോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്.